ഇത് കണ്ട നിലവിൽ $57.82 ഈ ഡേറ്റ് വരെയായി. ഇനിയും 14 ദിവസം ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ CEO ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ $14.17 കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫോട്ടോക്ക് 8.79, അതുപോലെ ഈ ഫോട്ടോക്ക് 5.77. കഴിഞ്ഞ മാസമൊക്കെ കിട്ടിയ ഡോളർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. $65, പിന്നെ അതിന് മുമ്പത്തെ മാസം $85, അതിന് മുമ്പത്തെ മാസം $71. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ ഫോട്ടോസ് ഇട്ടിട്ട് എങ്ങനെയാണ് ഫേസ്ബുക്കിൽ ഏണിങ്സ് ഉണ്ടാക്കുക എന്നതിനെ കുറിച്ചിട്ട് മാത്രമാണ്. ഞാൻ 2 ദിവസം മുമ്പ് റീൽസ് എങ്ങനെയാണ് വൈറലാക്കേണ്ടത് അതിൻ്റെ 10-14 ട്രിക്ക് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ടോപ്പിക്ക് ഫോട്ടോസ് ഇട്ടിട്ട് നമ്മൾ എങ്ങനെ വൈറലാക്കാം, എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കുക എന്നതിനെ കുറിച്ചിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മൾക്ക് ഈ അവസരം തരുന്നത് ഫേസ്ബുക്ക് മാത്രമാണ്. ഈ ഒരു അവസരം തരുന്നത് യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഇങ്ങനെയുള്ള ഒരു അവസരമില്ല. അപ്പോൾ പരമാവധി എല്ലാവരും നല്ല രീതിയിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല രീതിയിൽ ഫേസ്ബുക്കിൽ നിന്നും ഫോട്ടോ ഇട്ടിട്ട് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൽ ഏറ്റവും ബെസ്റ്റ്, നമുക്ക് ഈ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് വൈറലാവാൻ സാധ്യതയുള്ള 4 ടോപ്പിക് ഉണ്ട്. 4 തരത്തിലുള്ള ഫോട്ടോസ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസ് വൈറലാവാൻ സാധ്യത കൂടുതലാണ്. ഇത് നമ്പർ 1 ആണ് ഫണ്ണി ആയിട്ടുള്ള ഫോട്ടോ. ഫണ്ണി എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ ഫണ്ണി ആയിട്ടുള്ള ഫോട്ടോസ് ഇട്ട് കഴിഞ്ഞാൽ അതിന് ഒരുപാട് സാധ്യത കൂടുതലാണ്. അത് നല്ല രീതിയിൽ റീച്ച് ആവാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ അത് വൈറലാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്പർ 1 ഫണ്ണി ആയിട്ടുള്ള ഒരു ഫോട്ടോ. പിന്നെ നമ്പർ 2 ഇമോഷണൽ ആയിട്ടുള്ള ഫോട്ടോ. ഇമോഷണലും ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്, ഫണ്ണിയും ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇമോഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഫോട്ടോസിന് നല്ല രീതിയിൽ റീച്ച് കൂടാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ ലൈക്ക് കമൻ്റൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. നമ്പർ 3 ട്രെൻഡിങ് ആയിട്ടുള്ള ഫോട്ടോ. ഈ ട്രെൻഡിങ്ങിന് മീൻസ് അതിലെല്ലാം പെട്ട്, പൊളിറ്റിക്സും പെട്ട്, അതുപോലെ തന്നെ സിനിമയും പെട്ട്, അതുപോലെ തന്നെ വേറെ സോഷ്യൽ ഇഷ്യൂ പെട്ട്, ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ടുള്ള ഏതെങ്കിലും വിഷയത്തോടനുബന്ധിച്ചിട്ടുള്ള ഫോട്ടോസ് ഇട്ട് കഴിഞ്ഞാൽ അതും നല്ല രീതിയിൽ റീച്ച് ആവാനും ലൈക്ക് കമൻറ്റ് കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. നമ്പർ 4 ക്വസ്റ്റ്യൻ ആൻസർ. അതായത് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മുകളിൽ ക്യാപ്ഷൻ ഇട്ടിട്ട് അതിൻ്റെ ആൻസർ ഒരു കോളത്തിൽ ഒരു ബോക്സിൽ 4 കോളത്തിലാക്കിയിട്ട് ABCD എന്ന രീതിയിൽ പിന്നെ നമുക്ക് സെലക്ട് ചെയ്ത ഏതെങ്കിലും ഈ 4 ഏതെങ്കിലും ഒന്ന് ഉത്തരം വെച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന രീതിയിൽ ആ രീതിയിൽ നമ്മൾക്ക് നല്ല രീതിയിൽ കമൻറ്റ് വന്നിട്ട് അതുപോലെ തന്നെ ലൈക്കും വന്നിട്ട് നല്ല രീതിയിൽ അങ്ങനെ റീച്ച് ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്പർ 5 AI റിലേറ്റഡ് ഫോട്ടോസ്. ഇപ്പം നമുക്ക് AI ഉപയോഗിച്ചിട്ടുള്ള ഫോട്ടോസ് നമ്മൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഫേസ്ബുക്കിൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാനുള്ള ചാൻസും നമ്മൾക്ക് തരുന്നുണ്ട്. നമ്പർ 5 ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെൽഫായിട്ടുള്ള ഫോട്ടോ. നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഫോട്ടോ എടുക്കുക. നമ്മളെ ഫോട്ടോ എടുത്തിട്ട് നല്ല രീതിയിലുള്ള നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള ഫോട്ടോ ആയിരിക്കണം. നമ്മൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു സെൽഫി എടുത്തിട്ട് ഇടുന്നതിൽ കാര്യമില്ല. അതിൽ ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും ഉണ്ടാവണം, അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും പോയിട്ടുള്ള ഒരു പ്ലേസ് ആയിരിക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിന്നെ കാണാൻ എന്തെങ്കിലും ഒരു ക്യൂരിയോസിറ്റി ഉള്ള നല്ലൊരു പ്ലേസ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള പ്ലേസിലൊക്കെ പോയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുക. അതുപോലെ തന്നെ പുറത്ത് നമുക്ക് ഏതെങ്കിലും രീതിയിൽ കാണാൻ നല്ലൊരു കാഴ്ച ഉണ്ടെങ്കിൽ അതിനും നമ്മൾക്ക് ഫോട്ടോ എടുക്കുക. വേറെ എന്തെങ്കിലും വെറൈറ്റി ഇപ്പോൾ നമ്മൾ ആ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ട്രെൻഡിങ് ആവും, അല്ലെങ്കിൽ അത് വൈറലാവും എന്ന ഒരു സാധ്യതയുള്ള ഏത് രീതിയിലുള്ള ഫോട്ടോസ് ആണെങ്കിലും നമ്മളത് എടുത്തിട്ട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുക. അങ്ങനെയും അതിന് നമുക്ക് നല്ല രീതിയിൽ റീച്ച് കൂടാനുള്ള സാധ്യതയുണ്ട്. മൃഗങ്ങളെ ഉപദ്രവിക്കുന്നതോ അല്ലെങ്കിൽ മൃഗങ്ങളെ ചാവുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫോട്ടോസ് ഒന്നും ഒരിക്കലും ഇടരുത്. അതുപോലെ തന്നെ ആക്സിഡൻ്റ് ആയിട്ടുള്ള ഫോട്ടോസ്, പിന്നെ ഈ ആക്സിഡൻറ്റ് വാഹനങ്ങളിടാം, രക്തങ്ങളൊക്കെ കാണുന്ന രീതിയിലുള്ള ഫോട്ടോസ്, അതുപോലെ തന്നെ അടിപിടി, പിന്നെ മതങ്ങളെ ഏതെങ്കിലും രീതിയിൽ കുറ്റപ്പെടുത്തുന്നത്, ഇങ്ങനെയുള്ള ഫോട്ടോസ് ഒന്നും ഒരിക്കലും ഇടരുത്. അതല്ലാത്ത രീതിയിലുള്ള ഫോട്ടോസിൻ്റെ കാര്യമാണ് ഞാനിപ്പം പറഞ്ഞത്. ഓക്കെ, ഇങ്ങനെ 5 ടോപ്പിക്കാണ് ഇമ്പോർട്ടൻ്റ്. ഈ 5 ടോപ്പിക്ക് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് ആവാനുള്ള സാധ്യത ഉണ്ട് ഫേസ്ബുക്കിൽ. ഓക്കെ, അപ്പം ഇതിൽ ഈ 5 എണ്ണത്തിൽ നമുക്ക് ഈ ഫണ്ണി ആയിട്ടുള്ള ഫോട്ടോ അതുപോലെ തന്നെ ഇമോഷണൽ ആയിട്ടുള്ള ഫോട്ടോസൊക്കെ നമുക്ക് AI ഉപയോഗിച്ചിട്ട് തന്നെ ഗൂഗിളിൽ നിന്ന് തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് നിങ്ങൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവിടെ AIൻ്റെ ഒരു ബട്ടൺ ഉണ്ട്. അത് ഓണാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ ഒരു കുഴപ്പമില്ലാണ്ട് ആ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ഏണിങ്സ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ 5 ടോപ്പിക്കാണ് നല്ല രീതിയിൽ റീച്ച് കൂടാനും അതുപോലെ തന്നെ ലൈക്ക് കമൻ്റൊക്കെ വരാൻ സാധ്യതയുള്ള 5 തരത്തിലുള്ള ഫോട്ടോസ്. നമ്മൾ ഇനി അഥവാ ഈ പറഞ്ഞ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്താൽ തന്നെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിനെ നല്ല രീതിയിൽ റീച്ച് കൂട്ടിയിട്ട് വൈറലാക്കാനുള്ള ഒരു 7 ട്രിക്കും കൂടി
നമ്മൾ ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ അതിൽ നമ്പർ 1 ആണ് നല്ലൊരു ക്യാപ്ഷൻ ഇടുക. നമ്മൾ എന്ത് ഫോട്ടോസ് ഇട്ട് കഴിഞ്ഞാലും അതിന് പിന്നെ അത് കാണുന്നവർക്ക് അതിൽ എന്തെങ്കിലും ആൻസർ അല്ലെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യാനുള്ള തോന്നിപ്പിക്കുന്ന രീതിയിൽ നല്ലൊരു ക്യാപ്ഷൻ ഇട്ട് കൊടുക്കുക. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇത് ഒരു വസ്തു കണ്ടിട്ട് ഒരു ബിരിയാണിയുടെ ഒരു പിക്ക് കണ്ട്, അപ്പോൾ ഇത് ഇന്ന തരത്തിലുള്ള ബിരിയാണി, ഈ ബിരിയാണി നിങ്ങളുടെ നാട്ടിലുണ്ടോ അല്ലെങ്കിൽ ഈ ബിരിയാണി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്ന് കാണുന്നവർക്ക് ഒരു ആൻസർ തരാനുള്ള അല്ലെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉള്ള രീതിയിലുള്ള നല്ലൊരു ക്യാപ്ഷൻ ഒരു ക്വസ്റ്റ്യൻ രൂപത്തിൽ നിങ്ങൾ അവിടെ ആദ്യം ക്യാപ്ഷൻ ചേർക്കുക. ഓക്കെ. നമ്പർ 2ാമത്തെ ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോസ് ഇട്ട് കഴിഞ്ഞ ഉടനെ അതിൻ്റെ കൂടെ തന്നെ ഈ ക്യാപ്ഷൻ ഇട്ട് കഴിഞ്ഞ ഉടനെ അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു #ടാഗും കൂടി ചേർക്കുക. മെയിനായിട്ട് ആദ്യം പിന്നെ ഫേസ്ബുക്കിൻ്റെ തന്നെ ഒരു #ടാഗ് ഇട്ട് കൊടുക്കുക. FB ഫോട്ടോസ് അല്ലെങ്കിൽ FB പോസ്റ്റ് 2024 അല്ല 25 ആയാൽ 25 അങ്ങനെ നല്ലൊരു #ടാഗ് ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഏത് വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫോട്ടോസാണ് അപ്ലോഡ് ചെയ്യുന്നത് ആ ഫോട്ടോസായിട്ട് ബന്ധപ്പെട്ടുള്ള #ടാഗ് അതിൻ്റെ കൂടെ ചേർത്ത് വെച്ച് കൊടുക്കുക. നമ്പർ 3, നമ്മൾ ഈ ഫോട്ടോയിൽ തന്നെ നമ്മൾ ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഫോട്ടോ നമ്മൾ ഇപ്പം സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതൊരു ഫോട്ടോ ആണ് കേട്ടോ. നമ്മൾ ഇവിടെ ക്യാപ്ഷൻ ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാപ്ഷൻ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നല്ലൊരു #ടാഗ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ താഴെ കാണുന്ന ഇവിടെ ടാഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇമോജി വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ലൊക്കേഷൻ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ ടിക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇതേ സംഭവം തന്നെയാണ് അതിൽ കാണാൻ, ഇതേ സംഭവം തന്നെയാണ് നമുക്ക് അതിലും കാണാൻ പറ്റുന്നത്. പിന്നെ അപ്പോൾ നമ്മൾ ഈ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് ടാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ടാഗ് ചെയ്യുക. അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല. ടാഗ് ചെയ്യുന്നതിനെ കൊണ്ട് വലിയ ഗുണമായിട്ടും കിട്ടുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ടാഗ് ചെയ്യാറൊന്നുമില്ല. അപ്പോൾ രണ്ടാമത്തത് മസ്റ്റാണ് ഇമോജി. ഈ ഇമോജിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോട്ടോസ് ഏതുമായിട്ട് ബന്ധപ്പെട്ട ഫണ്ണിയാണോ അല്ലെങ്കിൽ ഇമോഷണലാണോ അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ടാണോ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഇമോജി ഏതാണ് ആ ഇമോജി നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ആ ഫോട്ടോയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 4ാമത്തെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൊക്കേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻ കാണാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ പിന്നെ വേറൊരു ഫോണിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അലോ അടിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ അലോ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലൊക്കേഷനൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ലൊക്കേഷന് നമ്മൾ അവിടെ സെലക്ട് ചെയ്യണം. നമുക്ക് ഏത് ഏരിയയിൽ നിന്നാണ് നമ്മൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നത്. കൂടുതലും ഒരു കേരള എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മതി. കേരള അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ എല്ലാ സ്ഥലത്തും എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമ്മളെ ഈ ഫോട്ടോസിന് പിന്നെ ഇംപ്രഷൻ കൊടുക്കും ഫേസ്ബുക്ക്. അടുത്തത് 5ാമത്തത് കൂടുതൽ നമ്മൾ AI ഉപയോഗിച്ചിട്ട് നല്ല രീതിയിലുള്ള ഫോട്ടോസ് നമുക്ക് ഗൂഗിളിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പം മൊത്തം മാറിയല്ലേ. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഒരു വോയിസ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഫോട്ടോസ് നമ്മൾക്ക് ഇങ്ങോട്ടേക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പം പരമാവധി നിങ്ങൾ AI ഉപയോഗിക്കുക. എന്നിട്ട് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ AI ഉപയോഗിക്കുന്നതിനുള്ള പിന്നെ ഇവിടെ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് AI ലേബൽ ഓഫ് എന്ന്. അപ്പോൾ നമ്മൾ AI ഫോട്ടോ ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത് ഓണാക്കി കൊടുക്കുക. ഓക്കെ. അപ്പോൾ പിന്നെ എല്ലാവരും ചെയ്യാത്തൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഒരു ഫോട്ടോസ് ഇട്ടിട്ട് ആരെങ്കിലും ലൈക്ക് എടുത്ത് ഓക്കെ, ആരെങ്കിലും കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് മസ്റ്റായിട്ട് നമ്മൾ റിപ്ലൈ കൊടുക്കണം. നമ്മൾ കമൻറ്റ് എത്രത്തോളം വരുന്നോ അത്രത്തോളം നമ്മുടെ ഫോട്ടോസ് റീച്ച് കൂടുതലായിട്ട് വരും. ഓക്കെ. നമ്മളൊരിക്കലും കമൻറ്റിന് റിപ്ലൈ കൊടുക്കാതിരിക്കരുത്. നമ്മൾ വിചാരിക്കും എല്ലാവരും നമ്മുടെ നല്ലത് മാത്രമേ പറയുന്നു വിചാരിക്കും. എപ്പോഴും നമ്മൾ ഫേസ്ബുക്കിൽ നമ്മൾ എപ്പോഴും വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള പ്ലാറ്റ്ഫോം പോലെയല്ല, യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പോലെ ഉള്ള പ്ലാറ്റ്ഫോം അല്ല. ഇതിലെല്ലാ ചപ്പും ചവറുള്ള സംഭവം. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമും കൂടിയാണ്. പല ആൾക്കാരും പല ടൈപ്പിലുള്ള ആൾക്കാരും ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക്. അപ്പോൾ നല്ലത് ഇട്ട് കഴിഞ്ഞാലും അതിന് മോശവും കുറ്റവും പിന്നെ കംപ്ലൈൻ്റ് ഒക്കെ പറയാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അഥവാ മോശം പറഞ്ഞാൽ തന്നെ അതിന് നമുക്ക് ഇടേണ്ട രീതിയിലുള്ള ഒരു ഇമോജി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇനി അഥവാ റിപ്ലൈ കമൻ്റ് ഒന്ന് കൊടുക്കണമെങ്കിൽ നമ്മൾ ആവാത്ത രീതിയിലുള്ള കമൻറ്റ് കൊടുത്തിട്ട് അതിനെ പ്രതികരിക്കുക. ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഒരു കമൻറ്റ് വരുന്നത് അയ്യോ അതുകൊണ്ട് നമുക്ക് വേണ്ടാന്ന് വിചാരിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളുടെ ഫോട്ടോക്ക് വരുന്ന കമൻറ്റിന് മസ്റ്റായിട്ട് നിങ്ങൾ റിപ്ലൈ കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാലോ ആ ഫോട്ടോസ് നല്ല രീതിയിൽ റീച്ച് ആവാനുള്ള സാധ്യത കൂടും. ഓക്കെ. ഇനി 7ാമത്തത് ഷെയർ ചെയ്യുക. നിങ്ങളിട്ട ഫോട്ടോസ് ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഗ്രൂപ്പിൽ നമ്മളെ ഏത് രീതിയിലുള്ള പേജാണ് കോമഡി ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഗ്രൂപ്പ് നമ്മൾ ജോയിൻ ചെയ്യുക. ഇനി അത് കുക്കിംഗ് ആണെങ്കിൽ കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഗ്രൂപ്പ് നമ്മൾ ജോയിൻ ചെയ്യുക.
സോഷ്യൽ പേജ് ആണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പേജ് നമ്മൾ പിന്നെ ജോയിൻ ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഏതായിട്ടുള്ള പോസ്റ്റാണോ ഉള്ളത് ആ പോസ്റ്റ് നമ്മൾ നമ്മൾ ജോയിൻ ചെയ്ത ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ റീച്ച് കൂടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ 7 ട്രിക്കാണ് ഫോട്ടോ നല്ല രീതിയിൽ വൈറലാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ട്രിക്സ് 7 പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 5 ടോപ്പിക്ക്, ഈ 5 ടോപ്പിക്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റായിട്ടും നിങ്ങൾക്കും നല്ല രീതിയിൽ ഫേസ്ബുക്കിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഇതൊക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം മോണിറ്റൈസേഷൻ ആവട്ടെ, അല്ലാണ്ട് ഇതൊന്നും ആവാണ്ട് നമ്മൾ പിന്നെ ഏണിങ്സ് ലഭിക്കാൻ സാധ്യതയില്ല. ഈ മോണിറ്റൈസേഷൻ ആവണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ ആക്റ്റീവ് ആവണം. എങ്ങനെ ആക്റ്റീവ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു ഫോട്ടോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു വീഡിയോ റീൽസ് ഇട്ടിട്ട് കാര്യമില്ല. ഫസ്റ്റായിട്ട് ഡെയിലി ഫോട്ടോ, റീല്, അതുപോലെ തന്നെ ലോങ് വീഡിയോ ഒക്കെ നിർബന്ധമില്ല, എന്നാലും ഒരു റീൽസൊക്കെ ചെറിയ ടൈമിന് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ റീൽസ്, ഫോട്ടോസ്, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചക്ക് 1-2 പ്രാവശ്യം ലൈവിലൊക്കെ പോവുക. അപ്പോൾ അങ്ങനെല്ലാം ആകുമ്പോഴാണ് നമ്മളെ പേജ് അല്ലെങ്കിൽ പ്രൊഫൈൽ നല്ല രീതിയിൽ ആക്റ്റീവ് ആകുന്ന സമയത്താണ് ഫേസ്ബുക്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇൻവിറ്റേഷൻ വരല്. ആദ്യം നമ്മുടെ സ്റ്റാർ ആയിരിക്കും വരല്, പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആഡ്സ് ഓൺ റീൽസ്, പിന്നെ ബോണസ്, പിന്നെ ഇൻസ്റ്റീമാർട്സ്, ഇങ്ങനെ ഓരോരോ ടൂൾസ് നമ്മൾക്ക് പിന്നെ സെറ്റപ്പ് ചെയ്യാനുള്ള ഇൻവിറ്റേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള യൂട്യൂബ്, ഫേസ്ബുക്കുമായിട്ടുള്ള ബന്ധപ്പെട്ട ടിപ്സ് ഒക്കെ എൻ്റെ ഈ ചാനൽ എപ്പോഴും ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങൾക്ക് എപ്പോഴും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.